ദൈവത്തിൻ്റെ പുണ്യ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അകത്തളങ്ങളിൽ കൂടിയാലോചന ചെയ്ത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളും ദൈവത്തിൻ്റെ കരുതലുകളും. സ്തോത്രം. ദൈവത്തെയും ദൈവജനത്തെയും ഏത് വിധേനയും മുടിച്ചു കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ നമുക്ക് കാണാവുന്നതാണ്. ഏത് വിധേനയും ദൈവഭക്തനെയും തെറ്റിച്ചു കളയുവാൻ സാത്താൻ ശ്രമിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള ദൈവവചനത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിക്കുമ്പോൾ, ഉൽപ്പത്തിയിൽ ഹവ്വായെയും ആദാമിനെയും പരീക്ഷിച്ച അതേ പിശാച് ഉൽപ്പത്തി മുതൽ ഈ കാലഘട്ടത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാകുന്നുവല്ലോ. നമുക്കറിയാം, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ അല്ലെങ്കിൽ ദൈവം കണ്ട വ്യക്തികളെ ഇല്ലാതാക്കി കളയുവാൻ, ശൈശവത്തിൽ തന്നെ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവരെ ഇല്ലാതാക്കി കളയുവാൻ സാത്താന്യ ശക്തികൾ കൂടിയാലോചന ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു സ്വപ്നം കണ്ടതു നിമിത്തം തൻ്റെ സഹോദരന്മാർ തന്നെ കൊന്നുകളയുവാൻ പലപ്പോഴും ശ്രമിച്ചു. അതിന് പല ഉപാധികൾ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത യോസഫിനെ, ദൈവം കണ്ട യോസഫിനെ ദൈവം വഴിതിരിച്ച് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം യോസഫിന് കരുതലായി തീർന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുവല്ലോ. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മോശക്കുഞ്ഞിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ട മോശക്കുഞ്ഞ്, ദൈവത്തിനു വേണ്ടി തൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കുന്നതിനു വേണ്ടി നിലകൊള്ളേണ്ട മോശക്കുഞ്ഞിനെ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഇല്ലാതാക്കി കളയുവാൻ, അകത്തളങ്ങളിൽ കൂടിയാലോചിച്ചുകൊണ്ട് ഇല്ലാതാക്കി കളയുവാൻ ഫറവോനും അവരുടെ കൂട്ടരും പരിശ്രമിച്ചപ്പോൾ ദൈവം കണ്ട മോശ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശക്കുഞ്ഞിനെ എവിടെ വെച്ച് നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുവാൻ പദ്ധതിയിട്ടോ കൂടിയാലോചന ചെയ്തുവോ, ആ കൊട്ടാരത്തിൽ തന്നെ മോശക്കുഞ്ഞിന് വളരുവാൻ തക്കവണ്ണം ദൈവം വഴിയൊരുക്കുകയും ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അവിടുന്ന് പറിച്ചു കളഞ്ഞ് ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടതിനു വേണ്ടി ഹോരബോളം കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം കാണിച്ച് തൻ്റെ ജനത്തെ അവിടുന്ന് വലിച്ചെടുക്കുന്നതിനു വേണ്ടി, അത്ഭുതം കാണിക്കേണ്ടതിനു വേണ്ടി മോശക്കുഞ്ഞിനെ ദൈവം തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ ചെറുപ്പപ്രായത്തിൽ ശിശുവായിരിക്കുമ്പോൾ തന്നെ അകത്തളത്തിൽ കൂടിയാലോചന കഴിച്ചു കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുന്നതിനു വേണ്ടി. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിനു വേണ്ടി നിലകൊണ്ട ഏലിയാവ്, ആകാശത്ത് നിന്ന് തീയിറക്കിയ ഏലിയാവ്, ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും വേണ്ടി നിലകൊള്ളേണ്ട ഏലിയാവിനെ അവിടുന്ന് തകർത്ത് കളയുവാൻ ഇസബേല് തൻ്റെ കൊട്ടാരത്തിൽ കൂടിയാലോചന, അകത്തളത്തിൽ കൂടിയാലോചന കഴിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച്
തനിക്ക് ഭക്ഷണം കൊടുത്ത് അവിടുന്ന് ഒരുപോളം ഓടുവാൻ തകണ ശക്തി കൊടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദന്മാരെ നശിപ്പിച്ചു കളയുവാൻ ഹാമാനും അഹശ്വേരോസ് രാജാവും തൻ്റെ കൊട്ടാരത്തിൽ അകത്തളത്തിൽ കൂടിയാലോചന കഴിച്ചപ്പോൾ യഹൂദനായ മൊർദെഖായി നിമിത്തം, തൻ്റെ പ്രാർത്ഥന നിമിത്തം, കണ്ണുനീര് നിമിത്തം എസ്തേർ രാജ്ഞിയിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. ആ മൊർദെഖായിക്ക് വേണ്ടി ആ കഴുമരം ഒരുക്കുവാൻ ശ്രമിച്ചെടുത്ത് ഹാമാൻ തന്നെ കഴുകുമരത്തിൽ തൂങ്ങുവാൻ ദൈവം ഇടയാക്കിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ശത്രുവായവൻ അകത്തളത്തിൽ പ്ലാനും പദ്ധതിയും ഒരുക്കുമ്പോൾ അവൻ തന്നെ കഴുകുമരത്തിൽ തൂങ്ങുന്നതായി നമുക്ക് കാണുവാനായിട്ട് ദൈവത്തിൻ്റെ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് യേശു കുഞ്ഞിൻ്റെ ജനനത്തെ എടുത്തു പറയേണ്ടതായിട്ടുണ്ടല്ലോ. ശിശുവായിരിക്കുമ്പോൾ തന്നെ യേശു കുഞ്ഞിനെ കൊന്നുകളയുവാൻ ഹെരോദാവും അവൻ്റെ കൂട്ടരും അകത്തളത്തിൽ കൂടിയാലോചന കഴിച്ച് 2 വയസ്സും അതിന് താഴെയുമുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ ഹെരോദാവും കൂട്ടരും ആലോചിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതനിറങ്ങി വന്ന് വഴി കാണിച്ചു കൊടുത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് കൽപ്പന കൊടുത്ത് അതിൻ്റെ അനുസരിച്ച് യേശു കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ മാതാപിതാക്കൾ പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. സ്വന്തം പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവരാശിയെ രക്ഷിക്കുന്നതിനു വേണ്ടി, പാപത്തിൽ നിന്ന് ജനത്തെ വലിച്ചെടുക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഈ ലോകത്തിലുള്ള പിശാച് അകത്തളങ്ങൾ ഇരുന്നു കൊണ്ട് ശിശുവായിരുന്നപ്പോൾ തന്നെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. എന്നാൽ മുതിർന്നു കഴിഞ്ഞപ്പോഴും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വരേണ്ടതിന്, സ്തോത്രം, നമുക്കറിയാം യേശു തെരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യനായ ഇസ്കറിയോത്ത യൂദാവിൽ സാത്താൻ കടന്നതായി നമുക്ക് കാണുവാനായിട്ട് വായിക്കുന്നു. സ്തോത്രം. പരീശന്മാരും ശാസ്ത്രിമാരും ഇസ്കറിയോത്ത യൂദായും അകത്തളത്തിലിരുന്ന് യേശുവിനെ പിടിക്കുവാൻ, കൊല്ലുവാൻ പ്ലാനും പദ്ധതിയും ഒരുക്കിയപ്പോൾ വാളും വടിയുമായി യേശുവിൻ്റെ പിന്നാലെ വന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും സാത്താൻ ഏതു വിധേനയും തകർക്കുവാനും ഇല്ലാതാക്കുവാനും അകത്തളങ്ങളിൽ കൂടിയാലോചന ചെയ്ത് പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കരുണയും മറുവശത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം അവിടുന്ന് കാത്തു വെച്ചിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തികളെ ദൈവം അവിടുന്ന് പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം മറുവഴിയായി അവിടുന്ന് ഒരുക്കിയെടുത്ത് മറുവഴിയായി വിട്ട് അവൻ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അവൻ നമ്മെ കാക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രു ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം മറുവശത്തു കൂടി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് ഈ വാക്കുകളും വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ നമുക്ക് കാണുന്നുവല്ലോ. സ്തോത്രം. സ്തോത്രം.
കഷ്ടതയിൽ കൂടെ പോയാലും, കണ്ണുനീരിൽ കൂടി പോയാലും, നെടുവീർപ്പിൽ കൂടി പോയാലും ദൈവഭക്തന്മാരെ അവൻ സൂക്ഷിക്കുന്നു, അവൻ കാക്കുന്നു, അവൻ പരിപാലിക്കുന്നു. ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാൻ, ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിനു വേണ്ടി ദൈവം കണ്ട വ്യക്തികളെ ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നാലും അവൻ വിടുവിച്ചെടുക്കും. വിടുവിച്ചെടുത്ത് ദൈവത്തിനു വേണ്ടി ദൈവഹിതത്തിൻ്റെ ഹിതമനുസരിച്ച് അവിടുന്ന് ഓടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരും അതിന് വഴിയൊരുക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. നാം ചെയ്യേണ്ട ദൈവസന്നിധിയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. സ്തോത്രം. ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മെ പരിപാലിക്കട്ടെ. ശത്രു എത്ര അകത്തളത്തിൽ, എത്ര കൂട്ടം കൂടി, എത്ര ആലോചന കഴിച്ചാലും ദൈവത്തിൻ്റെ കരുതലും കരുണയും നമ്മെ വെളിപ്പെടുന്ന സമയമായി. ദൈവം അതിനുവേണ്ടി നമ്മെ ഒരുക്കും. ദൈവം അതിനുവേണ്ടി നമ്മെ കാത്തു പരിപാലിക്കും. ദൈവം അതിനുവേണ്ടി നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.